ഹെഡ്സെറ്റ് വെക്കണം. അത്രയും വൃത്തികെട്ട ഒരു ഫോൺ സംഭാഷണമാണ്. ശോഭാ സുരേന്ദ്രൻ എന്തൊക്കെയോ വൃത്തികേട് പറയുന്നു. അടുത്ത് കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. വളരെ വൃത്തികെട്ട ഫോൺ സംഭാഷണം വന്നിട്ടുണ്ട്. അത് വെക്കാം. പൊന്നുമനുഷ്യന്മാരെ, ശോഭയുടെ യഥാർത്ഥ ക്യാരക്ടർ നാലാളിലേക്ക് അറിയണം. മാക്സിമം ഷെയർ ചെയ്യണം, വീഡിയോ ഹൈപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDP-യേക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി എത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയല്ലടി ആലപ്പുഴയില് ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനെ ഇറക്കിയത്. ഞാൻ അറിയണ പെണ്ണാണോ അത്? ഏത് പണം കൊടുക്കാനുള്ള? ഇപ്പൊ ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ ഒരുത്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. എവിടെ വിട്ടിട്ടുള്ളത്? ആലപ്പുഴ എന്നുള്ള കാറിലല്ലടി അവള് വന്നത്. എവിടെ? എന്റെ ശോഭ, നിന്നെ ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭ. ഈ ശോഭ എന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശോഭ എന്നെ വിളിച്ച് ഇത്ര കോപത്തോടു കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ശോഭയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നതുകൊണ്ടാ. അല്ല, നിങ്ങൾ എന്തോ ഫേസ്ബുക്കിൽ നിങ്ങൾ BJP കാരിയല്ലേ? അതെ, ഞാൻ BJP-യുടെ ആലപ്പുഴ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതെ, നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പരസ്യമായിട്ട് പോസ്റ്റ് ഇടേണ്ട കാര്യം? ശോഭാ സുരേന്ദ്രനാണ് ഈ പൂന്തുറ ശ്രീകുമാർ മുഖാന്തരം നല്ല വൃത്തിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പുറത്തോട്ട് വരാത്ത രീതിയിൽ ഒതുക്കിയത്. ഈ പൂന്തുറ ശ്രീകുമാർ എനിക്ക് എന്താ ബന്ധമുള്ളതായിട്ട്? പൂന്തുറ ശ്രീകുമാറുമായിട്ട് അവിടെ ആലപ്പുഴയിൽ അല്ല, തിരുവനന്തപുരത്ത് സത്യാഗ്രഹം ഇരിക്കുന്ന നിങ്ങൾ പോസ്റ്റ് ഇട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ പാർട്ടിക്കകത്ത് നിന്ന് നിങ്ങൾക്കെതിരെ ഞാൻ എന്തായാലും സ്റ്റേറ്റ് പ്രസിഡന്റ് പരാതി കൊടുക്കുന്നുണ്ട്. പൂന്തുറ ശ്രീകുമാറിന് ഇവിടെ 2-3 ഹരിനാരായണനും അതുപോലെ തന്നെ കണ്ണനും ഇവരും ഒക്കെ ആയിട്ട് ചേർന്ന് ആ അറുമുഖം എന്ന അശ്വതി അറുമുഖം ഇവരൊക്കെ കൂടെ ചേർന്ന് നല്ല മര്യാദയ്ക്ക് നല്ല വൃത്തിയായിട്ട് പ്രസംഗിച്ച് പറഞ്ഞ് സംസാരിച്ച് വന്ന എന്നെ ഒതുക്കിയത്. ഞാൻ വെളിയിലോട്ട് ശോഭ ആത്മാർത്ഥമായിട്ട് പറയാമെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം, ഞാൻ ചോദിക്കട്ടെ, ഞാൻ അന്നും പറഞ്ഞു ശോഭ അവിടെ വന്നപ്പം ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത്, അടിച്ചു തൊളികളെന്ന് എന്ന് ഞാൻ ചോദിക്കട്ടെ. ഇതൊക്കെ പറയാൻ എനിക്കും പറ്റും, പക്ഷെ പറഞ്ഞോട്ടെ അതിനെ എതിർക്കേണ്ട സമയത്ത് എതിർക്കേണ്ട പോലെ ഞാൻ ശോഭ മര്യാദയ്ക്ക് പറയണാണെങ്കിൽ എന്റെ കാര്യം കേൾക്കണം. അന്ന് അവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ആ ഓഫീസിനകത്തിരിക്കുന്ന സെക്രട്ടറി എന്ന് പറയുന്ന കൊച്ചിനെ ആ ശ്രീകുട്ടൻ ആ കൊച്ചിനെ ഉപദ്രവിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. ആ ഓഫീസിലെ ശ്രീകുട്ടൻ, അത് നിങ്ങൾക്കറിയാം, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പൂന്തുറ ആ കൊച്ചിനോട് പറഞ്ഞ എന്നാന്നോ, നീയും ഈ പാർട്ടി കാണത്തില്ലെന്ന്. ആലപ്പുഴ ജില്ലയിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഈ കവലയ്ക്കൽ വന്ന് രാത്രിയിൽ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അഭിമാനമുണ്ടോ സ്ത്രീ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചിട്ടല്ലേ സംസാരിക്കുക? ശോഭ ഈ ആലപ്പുഴയിലെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോന്ന് ഇപ്പൊ കേക്ക്. ഇത് പറഞ്ഞവളാണെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കണ്ടേ ആലപ്പുഴയിലെ കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ഇടപെട്ടെന്ന്? എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടുണ്ടോ? നിങ്ങൾ കേക്ക്, നിങ്ങൾ സോമന്റെ കൂടെ പോയി അവനും കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് നീ ആവശ്യമില്ലാതെ എനിക്ക് ഫേസ്ബുക്കിൽ എഴുതി വിട്. അപ്പൊ ശോഭ അവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നപ്പം ഞങ്ങള് ഇതാ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദക്ക് ചോദിക്കുമല്ലോ ഇപ്പൊ ചെയ്യുന്നത് നിങ്ങളും. അല്ല, അതില്ലാത്തത് ആരാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. അതില്ലാത്തത് ആർക്കാണെന്നും എനിക്കുണ്ടോന്നും എല്ലാം കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം. എന്തിനാ ഈ ആവശ്യമില്ലാതെ പറയുന്നത്? ശോഭ എന്നോട് വിളിച്ചിട്ട് ചേച്ചി എന്താ പ്രശ്നം എന്നല്ലല്ലോ ചോദിക്കുന്നത്. നിനക്കെതിരെ വ്യക്തിപരമായിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നു, എന്റെ പൊതുപ്രവർത്തനത്തിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ നാട്ടുകാരുടെ കൂടെ നിന്ന് നീ കളിച്ചിട്ടുണ്ടെങ്കിൽ നീ എഴുതിക്കൊന്നു. ഒരിക്കലും നാട്ടുകാരുടെ കൂടെ നിന്ന് കളിക്കത്തില്ല. അത്രയധികം മാനസിക ഈ ഇലക്ഷൻ സമയത്ത് എന്നെ ഒരു വാർഡിൽ പോലും പ്രവർത്തിക്കാൻ സമ്മതിക്കാതിരുന്നത് ഈ അരുണനും കൂടെ ചേർന്ന് ശോഭ ചെയ്തതാണ്. അതായത് അറിയാത്ത കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ എനിക്കെതിരെ ഇട്ട പോസ്റ്റിന് നിങ്ങൾ മാപ്പ് പറഞ്ഞില്ല. നിന്നെ ഞാൻ കോടതിയും കയറ്റുന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDP-യേക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി എത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയല്ലടി
ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനെ ഇറക്കിയത്? ഞാൻ അറിയണ പെണ്ണാണോ അത്? ഏത് പണം കൊടുക്കാനുള്ള? ഇപ്പൊ ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ എടുത്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. എവിടെ വിട്ടിട്ടുള്ളത്? ആലപ്പുഴന്നുള്ള കാറിലല്ലേ അവള് വന്നത്? എവിടെ? എന്റെ ശോഭ, ഞാൻ അയച്ചുതരാം. നിന്നെ ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭേ. ഈ ശോഭ എന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശോഭ എന്നെ വിളിച്ച് ഇത്ര കോപത്തോടു കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ശോഭയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നതുകൊണ്ടാ. അതേസമയം എന്നോട് സ്നേഹമായിട്ടാണോ ചോദിച്ചത്? ഇതുപോലെ എല്ലാവർക്കും വിഷമമുണ്ട്. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDPയെക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി ഇത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയല്ലടി ആലപ്പുഴയില് ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനെ ഇറക്കിയത്? ഞാൻ അറിയണ പെണ്ണാണോ അത്? ഏത് പണം കൊടുക്കാനുള്ള? ഇപ്പൊ ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ എടുത്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. എവിടെ വിട്ടിട്ടുള്ളത്? ആലപ്പുഴന്നുള്ള കാറിലല്ലേ അവള് വന്നത്? എവിടെ? എന്റെ ശോഭ, ഞാൻ അയച്ചുതരാം. നിന്നെ ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭേ. ഈ ശോഭ എന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശോഭ എന്നെ വിളിച്ച് ഇത്ര കോപത്തോടു കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ശോഭയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നതുകൊണ്ടാ. അതേസമയം എന്നോട് സ്നേഹമായിട്ടാണോ ചോദിച്ചത്? ഇതുപോലെ എല്ലാവർക്കും വിഷമമുണ്ട്. ഓക്കെ, രണ്ട് കാര്യം പറയാം. ഒന്നെങ്കിൽ ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഫോൺ സംഭാഷണമാണ്. അതായത് ശോഭയ്ക്ക് എങ്ങനെയെങ്കിലും ശോഭയെ വെളുപ്പിക്കണം, തോറ്റ് പണ്ടാരടങ്ങുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ആ ഒരു പൈസ കൊടുത്ത് വോട്ട് പിടിച്ചതിനെ എങ്ങനെയെങ്കിലും വെളുപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ശോഭ ഇവർക്ക് പൈസ കൊടുത്തിട്ട് ഇങ്ങനൊരു ഫോൺ സംഭാഷണം ക്രിയേറ്റ് ചെയ്തതാണോ എന്ന് നമ്മൾ ഓരോരുത്തരും സംശയിക്കണം. അതായത് ഈ ഫോൺ സംഭാഷണം ലീക്ക് ആവുമ്പോൾ കേൾക്കുന്ന ജനങ്ങൾ ശോഭയുടെ ക്യാരക്ടർ, വൃത്തികെട്ട ക്യാരക്ടർ നമുക്കറിയാൻ പറ്റും ഈ ഒരു ഫോൺ സംഭാഷണത്തിൽ. എന്നാലും ചില പ്രേക്ഷകർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും, ശോഭ അറിഞ്ഞിട്ടല്ലേ ആ പൈസ കൊടുത്തത് എന്ന്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണോ ഈ ഒരു ഫോൺ സംഭാഷണം ക്രിയേറ്റ് ചെയ്തത് എന്ന് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. അതിനുശേഷം ഇവിടെ ഈ ഒരു ഫോൺ സംഭാഷണത്തിന്, അതായത് ഈ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ക്ലിയർ ആയി കേട്ടോ, കെട്ടിപ്പിടിച്ചവളാണ് നീ എന്നൊക്കെ. എന്തൊന്നാണിത്? രണ്ട് പാർട്ടി നേതാക്കളായ വനിതകളാണ് പറയുന്നത്, ഒരമ്മ. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നു മനുഷ്യന്മാരെ ചിരിയാണ് വരുന്നത്. ഇവൾ എന്താണ് പറഞ്ഞത്? ശോഭ പാലക്കാട് നിങ്ങളുടെ അമ്മയാണ് ഞാൻ, അവിടെ രാഹുൽ മാങ്കൂടത്തിൽ പീഡന വീരനാണ്, രാഹുൽ മാങ്കൂടത്തിൽ പീഡിപ്പിച്ചവരെ ഞാൻ സംരക്ഷിക്കും. രാഹുൽ മാങ്കൂടത്തിൽ അങ്ങനെ ഒരു സംഗതി ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂടത്തിന് എല്ലാം വന്നത് ഫേക്ക് കേസ്. നമുക്ക് സാധാരണക്കാർക്ക് അന്നം കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും കോടതി എന്നാണ് രാഹുൽ കുറ്റക്കാരെന്ന് പറയുന്നത്, അന്നാണ് ഞാൻ അംഗീകരിക്കുന്നത്. ഓക്കെ, ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ശോഭ പറഞ്ഞത് അതിജീവിതന്മാർക്കൊപ്പം ഞാനാണ്, സ്ത്രീ സുരക്ഷ ഞാൻ ഒരുക്കുമെന്ന് പറയുന്ന അതേ ശോഭ തന്നെ ഈ ഒരു ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്, നീയല്ലേ കെട്ടിപ്പിടിച്ചത് എന്ന്. നാണമുണ്ടോ? ഒരു അമ്മ പറയേണ്ട വാക്കാണോ അത്? ഞാൻ നിങ്ങളുടെ പെങ്ങളാണ് എന്നാണ് പാലക്കാടുകാരെ സഹോദരങ്ങളോട് ഈ പറയുന്ന ശോഭ പറഞ്ഞത്. അങ്ങനെ ഒരു പെങ്ങൾ പറയേണ്ട വാക്കാണോ ഇത്? ഇത്തിരി ഉളുപ്പുണ്ടോ ശോഭ സുരേന്ദ്ര? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നു മനുഷ്യന്മാരെ, ഞാൻ ഈ വീഡിയോ, ഈ ഒരു കോണ്ടന്റ് ചെയ്യാൻ വന്ന ആളല്ല. അതായത് പാലക്കാടിൽ 6 ജയിക്കും, മഞ്ചേശ്വരത്ത് 6 ജയിക്കും എന്നുള്ള ഒരു നടുക്കുന്ന റിപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇരുന്നപ്പോഴാണ് ശോഭയുടെ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് എനിക്ക് കിട്ടുന്നത്. ഈ ഓഡിയോ ക്ലിപ്പിൽ ഇപ്പോൾ ശോഭ പറയുന്നുണ്ട് ഞാൻ കോടതിക്ക് പോകും, അതിനുശേഷം പറയുന്നുണ്ട് SDPI പിന്നെ CPM കോൺഗ്രസിന്റെ ഗുണ്ടകളൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പൊന്നു ശോഭ സുരേന്ദ്ര, ബുദ്ധിയുള്ളവർക്ക് ഒന്നെങ്കിൽ നീ ഉണ്ടാക്കിയ, നിന്നെ വെളുപ്പിക്കാനായിട്ട് നീ ഉണ്ടാക്കിയ വെറും നാടകം ഈ ഒരു ഫോൺ സംഭാഷണം എന്നതിൽ യാതൊരു തർക്കവുമില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ശോഭ തന്നെ വീണ്ടും ഒരു യുവതിക്ക് 10,50,000 രൂപയോ 1,00,000 രൂപയോ കൊടുത്തിട്ട് എന്നെ വിളിക്കണം, അതിനുശേഷം ഈ ഒരു ഓഡിയോ ക്ലിപ്പ് ലീക്ക് ചെയ്യണമെന്ന് ശോഭ തന്നെ പറഞ്ഞു. അതായത് പാലക്കാടുകാരായ നല്ലവരായ പാലക്കാടുകാർ വിചാരിക്കണം ശോഭ അറിഞ്ഞിട്ടല്ല പൈസ കൊടുത്തത് എന്ന്. ശോഭയുടെ ഒരു കാര്യം പറയുകയാണ്, ശോഭ ആ ഒരു ദൃശ്യങ്ങളിൽ, പൊന്നു മനുഷ്യന്മാരെ വീണ്ടും ആ വിഷയം ചർച്ച ചെയ്യുന്നതല്ല, ശോഭ പൈസ കൊടുക്കുന്ന ദൃശ്യത്തിൽ ശോഭയുടെ അതേ കാറിൽ ആ സ്ത്രീ കയറുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ശോഭയെ വിമർശിച്ചതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരാൾ കമൻറ്റ് ഇട്ടതാണ്, അതായത് മോനെ പ്രായമായ ഒരു സ്ത്രീക്കല്ലേ മോനെ പൈസ കൊടുത്തത്, അതിൽ എന്ത് തെറ്റാണെന്നാണ് ചിലർ എന്നോട് കമൻറ്റ് ഇട്ട് പറഞ്ഞത്. ഞാനൊരു കാര്യം പറയാം, നമ്മളിപ്പോൾ പ്രായമായവരെ കാണുമ്പോൾ പൈസ കൊടുക്കുന്നുണ്ട്, ശരി തന്നെയാണ്. ഇവിടെ ആ സ്ത്രീ പൈസ കൊടുക്കുന്നത് എങ്ങനെയാണ്? കൈക്കിടുന്നു ഓടുന്നു. അതിൻ്റെ അർത്ഥം എന്ത്? അതായത് നമ്മളിപ്പോൾ പ്രായമായവർ നിങ്ങൾ ഇതിലെന്തെങ്കിലും കൊണ്ടുവന്ന് കൈക്കെന്ന് പറഞ്ഞ് നല്ല സമാധാനത്തോടാണ് പൈസ കൊടുക്കുന്നത്. എന്നാൽ നമുക്ക് ആ ഒരു വീഡിയോ ദൃശ്യത്തിൽ നമുക്ക് ക്ലിയറായി കൃത്യമായിട്ട് കാണാൻ പറ്റും, അതായത് പൈസ ഇട്ടിട്ട് ഓടുന്നു അല്ലേ, പൈസ ഇട്ടിട്ട് ഓടുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ത്?
ശോഭാ സുരേന്ദ്രന്റെ അറിവോടുകൂടിയാണ് ശോഭ അങ്ങനെ ചെയ്തത് എന്നാണ് ശോഭ ഇവിടെ കോടതി കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ത്രീയെ മറ്റേതൊരു പേടുത്തൂറിയായ സ്ത്രീ, ഞാനൊന്നും പറഞ്ഞില്ല, ഞാനായാലും കേറ്റടി എന്ന് പറയട്ടെ. അല്ല, ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് എനിക്ക് വിവാദമാവുന്നുണ്ടെങ്കിൽ പൊന്നു മനുഷ്യന്മാര് എന്നെ തൂക്കിക്കൊല്ലൂല. അതായത് ഞാൻ MDMA അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടാണ് ജയിലിൽ പോകുന്നത്. എൻ്റെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിലാണ് ജയിലിൽ പോകുന്നത്. അതിൽ യാതൊരു തെറ്റുമില്ല. എന്നെ നാട്ടുകാരൻ ഫ്ലക്സ് അടിച്ച് ഒട്ടിക്കൂല അവൻ ജയിലിൽ കയറി എന്ന് പറയും. കാരണം നമ്മൾ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിലാണ് ജയിലിൽ പോകുന്നത്. അതിൽ ഒരു പ്രശ്നവും ഇല്ലെന്നേ ഞാൻ പറയും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഫോൺ സംഭാഷണത്തിനെയും കൂടി നല്ലോണം നമ്മളൊന്ന് പരിശോധിക്കണം. ശോഭാ സുരേന്ദ്രനെ നിങ്ങൾ അതായത് ഉറപ്പിച്ചിട്ടും ജയിക്കൂല, അത് വേറെ സംഗതിയാണ്. അത് ഞാൻ നാളെ കൊണ്ടുവരാം അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ്. തോറ്റു തൊപ്പിടുമെന്ന് ഉറപ്പായപ്പോൾ കളിക്കുന്ന നാടകമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു കഥ